ഇതൊരു നല്ല സിനിമയായിരിക്കുന്നു. കാരണം നമ്മൾ ആ ആദ്യത്തെ സീൻ വായിക്കുമ്പോൾ മുതൽ നമ്മൾ മറ്റൊന്നും നമ്മുടെ മനസ്സിലേക്ക് വന്നില്ല. നമ്മൾ ലാസ്റ്റ് ആ സീൻ വായിച്ച് തീരുന്നതിനും വരെ ഞാൻ ഫുൾ ഒരൊറ്റ അടിക്കും 1 മണിക്കൂർ കൊണ്ട് ഞാൻ ആ സ്ക്രിപ്റ്റ് ഫുള്ള് വായിച്ച് തീർത്തു. അതുകൊണ്ട് ഞാൻ ജിത്തുഭായി വിളിച്ച് പറഞ്ഞു, ജിത്തുഭായി ഇത് ഗംഭീരമായിട്ടുണ്ട്, ഇത് നല്ലൊരു സിനിമയായിരിക്കും കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പായിരുന്നു, എനിക്കതിനകത്ത് റോൾ ഉണ്ടാവില്ല. കാരണം മൈ ബോസിൽ കോമഡി വേഷമല്ല എനിക്ക് തന്നിരിക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും അതേ ഡയറക്ടറുടെ അടുത്ത പടം എന്ന് പറയുമ്പം നമുക്കൊരു കോമഡി വേഷം തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും അങ്ങനെയല്ലേ വരുള്ളൂ. അപ്പോൾ അതിനകത്ത് കോമഡിക്ക് പ്രാധാന്യമുള്ള മറ്റ് യാതൊരു ക്യാരക്ടേഴ്സും ഇല്ല, വളരെ കുറച്ച് ക്യാരക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്കറിയാമായിരുന്നു ഞാൻ അതിനകത്ത് ഉണ്ടാവില്ല, എങ്കിലും അതൊരു നല്ല സിനിമയായിരിക്കും എന്ന് എനിക്കറിയാം. ഞാൻ ജിത്തുവായോട് പറഞ്ഞു, ജിത്തുവായി ഇതൊരു നല്ല സിനിമയായിരിക്കും എന്ന് പറഞ്ഞു. ഓക്കെ എന്നൊക്കെ പറഞ്ഞു. മൈ ബോസ് റിലീസ് ചെയ്തു, ദൈവാനുഗ്രഹിച്ച് അത് ഒരു ബമ്പർ ഹിറ്റായിരുന്നു. എന്നെ സംബന്ധിച്ചും എനിക്കൊരുപാട് അതിനുശേഷം കുറേ കോമഡി വേഷങ്ങൾ ഈ മെയിൻ കോമഡി വേഷങ്ങളിലേക്ക് വന്നു. അപ്പം ജിത്തുഭായി ഒരു ദിവസം അതിനുശേഷം ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, അതെ ലാലേട്ടനോടൊപ്പം അങ്ങനെ കുറേ സിനിമകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ജിത്തുഭായി ഒരു എന്നെ വിളിച്ച് ചോദിച്ചു, കോമഡി മാത്രമേ ചെയ്യുന്നുള്ളൂ അതോ നെഗറ്റീവ് വേഷമൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് എൻ്റെ ഒരു സ്വപ്നമാണ്. കാരണം നമ്മളൊരു മിമിക്രി ലേബലുള്ളതുകൊണ്ട് എല്ലാവരും നമ്മളെ അതുപോലുള്ള കഥാപാത്രങ്ങളിലേക്കാണ് നമ്മളെ കാസ്റ്റ് ചെയ്യുന്നത്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവരങ്ങനെ ചിന്തിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് ജിത്തുഭായത്, കിട്ടിയാൽ വലിയ ഭാഗ്യം, ഞാനിങ്ങനെ കാത്തിരിക്കാന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു സഹദേവൻ ചെയ്യുന്നത് ഷാജോൺ ആയിരിക്കും കേട്ടോ എന്ന് പറഞ്ഞു. ശരിക്കും ഞെട്ടിപ്പോയി ഞാൻ പറഞ്ഞു സത്യമാണെന്ന് ചോദിച്ചു. എന്നോട് പറഞ്ഞു എൻ്റെ മനസ്സിൽ ഷാജോണാണുള്ളത്, പിന്നെ ഇതൊരു സിനിമയാണ്, സിനിമ അതൊരു പ്രൊജക്റ്റായി വരുമ്പോൾ എങ്ങനെയാവും എന്താവും എന്നൊന്നും അറിയില്ല, എന്തായാലും നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. പിന്നെ ഓരോ സമയത്തും ഞങ്ങൾ സംസാരിക്കുമ്പോഴൊക്കെ അവസാനം ഞാൻ ചോദിക്കും സഹദേവൻ കുഴപ്പമില്ല എന്ന് പറയും. പിന്നെ ഇടയ്ക്ക് പിന്നെ എനിക്ക് സഹദേവൻ എന്തായി കുഴപ്പമില്ല ഷാജോൺ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിന്ന് അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു നമ്മുടെ സിനിമയിലെ നായകൻ മോഹൻലാലാണ്, ആന്റണി പെരുമ്പാവൂരാണ് ഡയറക്റ്റ് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആന്റണി പെരുമ്പാവൂരാണ്, മോഹൻലാലാണ് നമ്മുടെ സിനിമയിലെ നായകൻ, ആശീർവാദിൻ്റെ ബാനറിലാണ്, പിന്നെ ഒരു സങ്കടമുണ്ട് ഷാജോൺ എന്ന് പറഞ്ഞപ്പം നമ്മളെ സാർ പോയത്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല പറഞ്ഞു സഹദേവൻ ഷാജോൺ തന്നെയാണ് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ പറയുക, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ഞാൻ പറഞ്ഞ് സത്യമാണെന്ന് ചോദിച്ചാൽ പറഞ്ഞു അതെ, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പുറകെ സംസാരിക്കാം. പിന്നെ അങ്ങനെയാണത്. അത് എന്തായാലും ആ സിനിമ വിജയിപ്പിച്ച പ്രേക്ഷകരോട് ഞാൻ ഒരുപാട് അവസരങ്ങളിൽ പറഞ്ഞതാണ്. എന്തായാലും വെള്ളി നക്ഷത്രങ്ങളിലൂടെ, നിങ്ങളുടെ പ്രിയപ്പെട്ട വെള്ളി നക്ഷത്രത്തിൻ്റെ ഈ 100ാം എപ്പിസോഡിലൂടെ ഒരിക്കൽ കൂടി അതിൻ്റെ നന്ദി ഞാൻ അറിയിക്കുകയാണ്. പിന്നെ ജിത്തു ജോസഫ് എന്ന സംവിധായകനോടുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി പറയുന്നു. ഇപ്പം സഹദേവൻ എന്ന് പറയുന്ന, അതായത് സ്ഥിരം ചെയ്തിരുന്ന കഥാപാത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വന്നിട്ടുള്ള ഒരു കഥാപാത്രമാണ്. അപ്പോൾ അത് ഷാജോൺ ചേട്ടൻ ചെയ്യുന്നു എന്നറിഞ്ഞപ്പോൾ മുതൽ സഹദേവനെ കൂടെ കൂട്ടിയിരുന്നു? ഞാൻ അതിനുവേണ്ടി ഒരു പ്രിപ്പറേഷനും നടത്തിയില്ല എന്ന് തന്നെ പറയാം. കാരണം നമ്മൾ മനസ്സിൽ എന്തെങ്കിലും പ്ലാൻ ചെയ്തുകൊണ്ട് പോയാൽ അതായിരിക്കുമല്ലോ ചിലപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് ഞാൻ തലേദിവസം ചെന്ന്, തൊടുപുഴയിലായിരുന്നു ഷൂട്ടിങ്, ഞാൻ തലേദിവസം ചെന്ന് ഹോട്ടലിൽ ചെന്നിട്ട് അപ്പം ജിത്തുഭായി റൂമിലുണ്ടെന്ന് പറഞ്ഞ് ഞാൻ ചെന്ന് റൂമിൽ കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് ഞാൻ പറഞ്ഞു ഞാൻ എന്നെ അങ്ങോട്ട് തരികയാണ്, നിങ്ങൾ ചെയ്യിപ്പിച്ചെടുത്തോണം, എനിക്കൊന്നും അറിഞ്ഞുകൂടായത്. കാര്യം കോമഡി എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് ഇങ്ങനെ ചെയ്താൽ പറഞ്ഞാൽ കുറച്ചുകൂടെ നന്നാവും കേട്ടോ എന്ന് നമുക്കറിയാം. അപ്പം ഡയറക്ടേഴ്സും നമുക്കൊരു ഫ്രീഡം തന്നിട്ടുണ്ട്. ഷാൻ എന്തെങ്കിലും പറഞ്ഞോണം കേട്ടോ, നമുക്കത് പൊഴിപ്പിച്ചെടുക്കണം എന്നൊക്കെ പറയാം. അവരും നമുക്കൊരു ഫ്രീഡം തരും. ഇത് അങ്ങനല്ലല്ലോ, ഇത് നമുക്ക് എക്സ്ട്രാ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല, എല്ലാം അതിലുണ്ട്. അപ്പോൾ അദ്ദേഹം വിചാരിക്കുമ്പോൾ നമുക്ക് അഭിനയിക്കാൻ പറ്റുമെന്നൊരു ടെൻഷൻ നമ്മുടെ ഉള്ളിലുണ്ട്. അതെന്നാൽ പുറത്ത് കാണിക്കാനും പറ്റില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ആരുമില്ല, ഞാനും പുള്ളി മാത്രമേ. ഞാൻ ഇതുമായി ഞാൻ അങ്ങ് തരികയാണ്, ചെയ്യിപ്പിച്ചെടുത്തണം. പുള്ളി പറഞ്ഞ് നിങ്ങൾ എന്നെയും കൂടെ ടെൻഷൻ അടിപ്പിക്കില്ല, നമുക്കങ്ങ് ചെയ്യാൻ ഇതൊക്കെ ഓക്കെ ആയിട്ട് വന്നോളൂ എന്ന് പറഞ്ഞു. ആ ഒരു ധൈര്യം ഭയങ്കര ധൈര്യമായിരുന്നു. ഓരോ ഷൂട്ട് കഴിയുമ്പോഴും ഞാൻ ചെന്ന് മോണിറ്ററിനടുത്ത് നിന്ന് കണ്ടിട്ട് ഞാൻ ചോദിക്കുന്നു ഓക്കെ അല്ലേ, അത് മതിയല്ലോ ഇവിടെ ഇങ്ങനെ കാണിച്ച് അദ്ദേഹം തന്നൊരു ധൈര്യം. പിന്നെ ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു വലിയ നടൻ, അദ്ദേഹത്തിന് അറിയാം എനിക്ക് ഒരുപാട് ടെൻഷനുണ്ടെന്ന്. പ്രത്യേകിച്ച് ആ തല്ലുന്ന സീനൊക്കെ ഉണ്ടല്ലോ. കാരണം നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് മലയാളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഒരു മഹാനടനാണ്. അദ്ദേഹത്തിന് എനിക്കൊന്ന് മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ലാലേട്ടൻ ഒരാൾ തല്ലിയിട്ട് ലാലേട്ടൻ തിരിച്ചതല്ലാത്തത്. അല്ലെങ്കിൽ ക്ലൈമാക്സിലെങ്കിലും അങ്ങോട്ടൊരു അടി അടിക്കും. പക്ഷേ ഇത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ലാലേട്ടൻ തിരിച്ചതല്ലാതെ ഒരു സിനിമ. അതെ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരുപാട് ടെൻഷനുണ്ട്. കാരണം ലാലേട്ടൻ ദേഹത്ത് കൊള്ളുവോ തല്ല്, കൊണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ആവുമോ അതെന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫൈറ്റ് മാസ്റ്ററും ഇല്ല, നമ്മൾ മറ്റു ചില ഫൈറ്റ് മാസ്റ്റർ ഇല്ല അതിൽ ആ സീക്വൻസിൽ. അപ്പം ജിത്തുഭായി മനഃപൂർവ്വം വെക്കായിരുന്നു. കാര്യം ഒരു ഫൈറ്റ് മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സ്റ്റെപ്പൊക്കെ വെച്ചാൽ അങ്ങനെ ആയിപ്പോവും. അപ്പം ജിത്തുഭായി അത് വേണ്ട. അപ്പോൾ ലാലേട്ടൻ തന്നെയാണ് ഇത് കമ്പോസ് ചെയ്തത്. ലാലേട്ടൻ പറഞ്ഞു മോനെ ഇവിടെ ചവിട്ട്. അപ്പോൾ ചേട്ടൻ പുറകോട്ട് പോകും. റിയലിസ്റ്റിക് ആയിട്ട്. അപ്പോൾ നീ കാണും ചുമ്മാ അങ്ങ് ഇടിച്ചോളാൻ പറഞ്ഞു. എന്തോ ദൈവാനുഗ്രഹിച്ചൊക്കെ. കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഈ ആശാശരത്ത് ഇങ്ങനെ നിന്നിട്ട് സഹദേവൻ എന്ന് വിളിക്കുമ്പോൾ ഞാൻ യേസ് മാടെന്ന് പറഞ്ഞ് വന്നിട്ടൊരു ഒറ്റ ചവിട്ടുണ്ട് ഫസ്റ്റ്, ആദ്യം ഒരു ചവിട്ടുണ്ട്. അപ്പം ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ്. വല്ലാട്ട മനെ നീ ഇവിടെ കെട്ടി ചവിട്ടണം. അപ്പം ചേട്ടൻ ഇപ്പം ഇങ്ങനെ ഒന്ന് വെക്കും, കുഴപ്പമില്ല, ഞാനങ്ങ് പൊക്കോളാം, അവിടെ കട്ടാണെന്ന് പറഞ്ഞു. അപ്പം ഓക്കെ ഏട്ടാ ചവിട്ടിക്കാൻ ഞാൻ വന്ന് ചവിട്ടി ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ തൊട്ടു, ഞാനിങ്ങനെ ഓക്കെ. അപ്പോൾ ക്യാമറയൊക്കെ റിഹേഴ്സലൊക്കെ നോക്കി ടേക്ക് എന്ന് പറഞ്ഞു ആക്ഷൻ എന്ന് പറഞ്ഞാൽ ആശാശരത്ത് പറഞ്ഞു സഹദേവൻ ഞാൻ മതി യേസ് മാടെന്ന് പറഞ്ഞ് ഒറ്റ ചവിട്ടുന്നു. പിന്നെ എന്നെ കാണുന്നില്ലാരും. ഞാൻ നോക്കുമ്പോൾ എന്തൊക്കെയോ സംഭവിച്ച് കട്ട് ചെയ്തപ്പോൾ ഞാൻ താഴെ കിടക്കുകയാണ്. കാരണം ചവിട്ടിയതും ലാലേട്ടൻ ഇങ്ങനെ വെക്കുക. കാരണം അവർ ഫൈറ്റ് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആളായതുകൊണ്ട് ലാലേട്ടൻ ശരിക്കും എന്നോട് പറഞ്ഞു നന്നായിട്ട് ചവിട്ടിക്കോണമെന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ ടൈറ്റ് ചെയ്ത് ആ ടൈറ്റിൽ ഞാൻ താഴെ കിടക്കുന്നത്. പിന്നെ ലാലേട്ടൻ വന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കുക. ലാലേട്ടൻ പറയും ഇത് യഥാർത്ഥ ജീവിതത്തിലായിരുന്നു അന്ന് സഹദേവന്റെ ജോലി പോകുമെന്ന് പറഞ്ഞ് ഭയങ്കര രസമായിരുന്നു അത്. പിന്നെ അങ്ങനെ ലാലേട്ടൻ ഓരോ തമാശകളൊക്കെ പറഞ്ഞു, ഓരോ ഷോട്ട് കഴിയുമ്പോഴും തോളൊക്കെ ആയിട്ട് മോനെ അതാണ് മോനെ ഇതാണെന്നൊക്കെ വേറെ തമാശകളൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ചെയ്യിപ്പിച്ചെടുത്താണ്. അപ്പോൾ ലാലേട്ടൻ്റെ ഒരു വലിയ സപ്പോർട്ട് ഉണ്ടായിരുന്നു ആ കഥാപാത്രത്തിൽ നന്നാവാനായിട്ട്. ഇതാണ് ദൃശ്യത്തെ കുറിച്ച് പറഞ്ഞാൽ ഷാജൻ ചേട്ടനും കേട്ടിരുന്നാൽ നമുക്കും തീരില്ല. എന്നാലും ഷാജൻ ചേട്ടൻ മറ്റു വിശേഷങ്ങൾ പറഞ്ഞില്ലെങ്കിൽ 101ാമത്തെ എപ്പിസോഡ് ചെയ്യാൻ ഞാൻ മിക്കവാറും ഹോസ്പിറ്റലായിരിക്കും പ്രേക്ഷകരുടെ അടി കിട്ടിയിട്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ച് അങ്ങനത്തെ കാര്യങ്ങളിലേക്ക്. ഇപ്പം കോട്ടയം അല്ലേ, കോട്ടയമാണ് ബേസ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥനായ അച്ഛൻ, നഴ്സായ അമ്മ. അപ്പോൾ ആ അച്ഛൻ്റെയും അമ്മയുടെയും മകനായിട്ട് ഷാജി ജോൺ എന്ന ചെറുപ്പക്കാരൻ ഷാജോണിലേക്കുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ അതെങ്ങനെയായിരിക്കും, ഏത് സമയത്തായിരിക്കും തുടങ്ങിയത്? ഞാൻ മിമിക്രിയിലൊക്കെ വന്നതിന് ശേഷം കോട്ടയത്ത് 1-2 ടീമുകളിലൊക്കെ ഉണ്ടായിരുന്നു. പ്രണവം എന്ന് പറയുന്നൊരു ചെറിയ ടീമുണ്ടായിരുന്നു, ഗാനമേള മിമിക്സ് ഒക്കെ. അവിടെയാണ് ഞാനും എൻ്റെ ചേട്ടനാണ് എന്നെ കഴിഞ്ഞ് മുൻപ് മിമിക്രി തുടങ്ങിയത്. ഷിബു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അച്ഛനിപ്പം ബഹ്റിലാണ്. അപ്പോൾ അച്ഛനാണ് ആദ്യം മിമിക്രി തുടങ്ങുന്നത്. അപ്പോൾ അച്ഛൻ്റെ മിമിക്രി കാര്യങ്ങളെല്ലാം കണ്ടാണ് ഞാൻ പയ്യെ ഇതിനകത്തൊരു ഇൻട്രസ്റ്റഡ് ആയിട്ട് ഞാനും പയ്യെ വരുന്നത്. അച്ഛനൊക്കെ ആയിട്ട് തുടങ്ങിയ ഒരു മിമിക്സ് ടീമാണ് ഈ പ്രണവം എന്ന് പറയുന്നത്. തിരുനക്കര അമ്പലത്തിൻ്റെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ആണ് അതിൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെ നിന്നാണ് തുടങ്ങുന്നത് മിമിക്രി. അവിടുന്ന് നേരെ മംഗളം എന്ന് പറഞ്ഞിട്ട് മംഗളം പത്രമൊക്കെ ഉണ്ടല്ലോ വീക്കിലി, അവർക്കൊരു ട്രൂപ്പ് ഉണ്ടായിരുന്നു. അവിടെ വന്നു. അവിടുന്ന് ഞാൻ നേരെ എറണാകുളത്തേക്ക് വരുന്നു. എറണാകുളത്ത് ഞാൻ ആദ്യം വരുന്നത് കലാബോ റഹ്മാനിക്കയുടെ ജോക്സ് ഇന്ത്യ എന്ന് പറഞ്ഞ ടീമുണ്ട്, അവിടെയാണ് വരുന്നത്. അപ്പോൾ കോട്ടയത്ത് ഞങ്ങൾ വരുമ്പം ഞാനുണ്ട്, പിന്നെ ഒരു സോണി എന്ന് പറഞ്ഞ ചങ്ങനാശ്ശേരിയുള്ള സോണി ചങ്ങനാശ്ശേരി, പിന്നെ ഒരു കോട്ടയം ഷാജി എന്ന് പറയുന്ന ഒരാളും കൂടെ ഉണ്ട്. അപ്പം ഞാനും ഷാജിയാണ്, അദ്ദേഹവും ഷാജിയാണ്. അപ്പം അദ്ദേഹം അന്ന് മോഹൻലാലിൻ്റെ ഫിഗറൊക്കെ ചെയ്ത് ഭയങ്കര ഫേമസ് ആണ് കോട്ടയത്തൊക്കെ. കോട്ടയം ഷാജി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പം കോട്ടയം ഷാജിയും ഉണ്ട്, ഷാജി ജോണും ഉണ്ട്. അപ്പോൾ 2 ഷാജിമാർ വേണ്ടാന്ന് പറഞ്ഞിട്ട് മനു എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഒരു ട്രൂപ്പിൽ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞൊക്കെ ഒരു സീനിയറായിട്ട് അദ്ദേഹം അപ്പോൾ കലാമ്പൂരിലായിരുന്നു മനു വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം മനു പറഞ്ഞു എന്നാൽ നിൻ്റെ പേര് ഷാജി ജോൺ എന്നുള്ള ജി മാറ്റിയിട്ട് ഷാജോൺ എന്നാക്കാം. അപ്പം ഞാൻ നോക്കുമ്പോൾ കേട്ടിട്ടില്ലാത്തൊരു പേരാണ്, ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ആക്കിയതാണ് ഷാജോൺ എന്ന് പറഞ്ഞ്. എന്തായാലും മനുവിനൊരു 1000 നന്ദി. കാരണം ആ പേര് വന്നതിന് ശേഷം, അറിഞ്ഞോ അറിയാതെയോ ആ പേര് വന്നതിന് ശേഷം ഒരുപാട് ഭാഗ്യങ്ങൾ, ദൈവാനുഗ്രഹം എല്ലാം കിട്ടി. എന്താ പറയുന്നത്, എന്തൊക്കെ നോക്കിയിട്ടൊക്കെ പേര് മാറ്റും എന്നൊക്കെ പറയത്തില്ല, അതൊന്നും നോക്കാതെ മാറ്റിയതാണ്. എന്തായാലും അത് നന്നായി വന്നു. മനുവിന്റെ മനസ്സിൽ കണക്കൂട്ടലുകൾ കറക്റ്റായിട്ട് ഉണ്ടാവും.